എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എത്ര രൂപ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ടൈമിൽ വാക്സിനേഷൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് സ്രവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള, അതായത് രക്തം പോലുള്ള അതുമായി ബന്ധപ്പെട്ട മേഖല ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് രോഗ അണുബാധയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്സിനേഷനാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്. അപ്പോൾ അത് അഡ്മിഷൻ എടുത്ത ശേഷമോ അല്ലെങ്കിൽ അഡ്മിഷന് മുമ്പായിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ മറ്റോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാക്സിനേഷൻ, നിങ്ങളുടെ രക്തം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വാക്സിനേഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് സാധാരണ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റും പരിശോധിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ട് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു നഴ്സിംഗ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് കോളേജാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഈ ട്രയൽ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിലവിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് എന്നുള്ളതെടുത്ത് ട്രയൽ അറിയിട്ട് ഫസ്റ്റ് എന്നുള്ളത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയൊരു ലിസ്റ്റായിരിക്കും വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റിസൾട്ട് അറിയാനായിട്ട്, അതായത് ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഇതേപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് നടത്തുന്നത് കൊണ്ടാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ആ ഒരു പേജിൽ നൽകിയിട്ടുണ്ടാകുമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്, അതായത് ഓൺലൈൻ മോഡാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചലാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള പേജിലേക്ക് പോവുകയും അത് ഡൗൺലോഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതും ആണ്. അപ്പോൾ ബാങ്ക് വഴി ആണെങ്കിൽ ഏകദേശം 24 hours എടുക്കും. അത് വെബ് പേജിൽ, അത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് ആ ഒരു പേജിൽ ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് പെയ്ഡ് എന്ന് വരാനായിട്ട് 24 മണിക്കൂർ എടുക്കും. ബാങ്ക് വഴി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഫീസ് അടച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അക്ഷയ വഴിയും അപേക്ഷിക്കാം. അപ്പോൾ അക്ഷയയിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴിയും നിങ്ങൾക്ക് പൈസ അടക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്വന്തമായിട്ടാണെങ്കിൽ സ്വന്തമായിട്ടും അടക്കാവുന്നതാണ്. ഫീ പേയ്മെൻറ്റ് ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ ചലാൻ്റെ ആ ഒരു ബാക്കി ഭാഗം നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒരു ബാക്കി ഭാഗം നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കുന്നതെങ്കിൽ ആ ഒരു ചലാൻ അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫോണിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് വെക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ ടൈമിൽ അത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണ്, അതായത് 22-ാം തീയതിക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമേ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാൻഡ് സ്കോളർഷിപ്പ്. അപ്പോൾ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ ഈ ഒരു മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഗ്രാൻഡ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകാവുന്നതാണ്.
അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ ഗ്രാൻസ് വഴി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതായിരിക്കും. ഫീസിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫീസ് കുറവൊന്നും ലഭിക്കില്ല. ജസ്റ്റ് അത് ഈ ഒരു ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക, അത് കോളേജിലേക്കല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് ഫീസ് അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടല്ല ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു പൈസ ലഭിക്കുന്നതാണ്. അത് മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ ഈ ഗ്രാൻസ് കിട്ടുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതായത് SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവൺമെൻറ് കോളേജിലും അതുപോലെ മാനേജ്മെൻറ്റ് അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. ഇതിനോടൊപ്പം സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപ തന്നെയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ 23,170 രൂപയാണ് നഴ്സിംഗിന് വരുന്നത്. ബാക്കി കോഴ്സിന് ഇതിൽ നിന്നും അല്പം പൈസ കുറവുണ്ട്. അതായത് ഏകദേശം 22,000 സംതിങ് ഒക്കെയാണ് വരുന്നത്. അത് ഓരോ കോഴ്സ് അനുസരിച്ചും ഫീസിൽ മാറ്റമുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരുന്നത് 25,000 രൂപയാണ്. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടക്കേണ്ടി വരിക. അതുപോലെ തന്നെ SC ST OEC വിഭാഗത്തിൽപ്പെട്ടുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടതുള്ളൂ എങ്കിലും അഡ്മിഷൻ ടൈമിൽ ഈ ഒരു 1,13,000 നിന്നും 1000 കുറച്ചിട്ടുള്ള ബാക്കി പൈസയും അതുപോലെ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു 1,13,000 നിന്നും ആ ഒരു 25,000 രൂപ കുറച്ചുള്ള ബാക്കി പൈസയും അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ അടക്കുന്ന പൈസയിൽ ഏകദേശം 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അത് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തിരികെ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ചെയ്യുകയും അതുപോലെ ആ ഒരു ഘട്ടത്തിൽ കിട്ടിയ കോളേജിൻ്റെ മുകളിലായിട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള 1 മുതൽ 4 വരെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതായത് 1, 2, 3, 4, 5 അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ ബാക്കിയുള്ള ഹയർ ഓപ്ഷൻ 4 ഓപ്ഷനുകളാണ്. നിങ്ങൾക്ക് ഇനി ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ സീറ്റ് പോവുകയും മറ്റൊരു കോളേജിൽ എവിടെയാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷനിലേക്ക് അഡ്മിഷൻ മാറുന്നതും ആയിരിക്കും. അതായത് ഇവിടെ ലഭിച്ച അഡ്മിഷൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇവിടെ അടച്ച ഫീസും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും ആ ഒരു കോളേജ് മാറാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജോ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിലവിൽ ലഭിച്ച സീറ്റ് പോവുകയും പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിനെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനെ അവിടെ നിലനിർത്താവുന്നതും ആണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അവർ അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടി, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, അതിനുശേഷം നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തു, സീറ്റ് കൺഫേം ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് നിലവിൽ എവിടെയാണോ കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ ആദ്യം അടച്ച കോളേജിൽ നിന്നുള്ള ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജ് ഏറ്റവും അവസാനം ഏത് കോളേജിലാണ് കിട്ടുന്നത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി ആ ഒരു സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതിന് മാറാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് നിലവിൽ ലഭിച്ച ആ ഒരു കോളേജിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസിപ്റ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റ് അതായത് അപേക്ഷയിൽ നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാവിധ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. സാധാരണ അഡ്മിഷൻ ടൈമിൽ തന്നെ നിർബന്ധമായി ആക്കാറില്ല, കാരണം ചില കോളേജ് അഡ്മിഷൻ എടുത്ത ശേഷം കോളേജിൽ നിന്നും ആ ഒരു വാക്സിനേഷൻ നൽകാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. സ്വന്തമായിട്ടല്ല, ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഹെൽത്ത് വൈസ് നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കാനായിട്ടാണ്. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, അതുപോലെ തന്നെ വിഷൻ അതായത് കാഴ്ചശക്തി എന്നിവയാണ് ഉണ്ടായിരിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാഴ്ചശക്തിയൊക്കെ പരിശോധിക്കുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ്, അത് PTA ഫണ്ട്, ഇതുപോലെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ബാലൻസ് ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ബാലൻസ് ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1,13,000 രൂപയിൽ നിന്നും നിങ്ങൾക്ക് ബാക്കി വരുന്ന പൈസ, അതായത് 25 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമുള്ള ബാക്കിയുള്ള പൈസ, ആ ഒരു പൈസ കൂടി അഡ്മിഷൻ ടൈമിൽ തന്നെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഈ ഒരു 25 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഈ ഒരു ഘട്ടം ഘട്ടമായിട്ട് അടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ അടക്കണോ എന്നുള്ളത്. അപ്പോൾ 25 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ അത് നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് അടക്കേണ്ടത്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അടക്കാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ പോകുന്ന സമയത്ത്, തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ബാക്കിയുള്ള ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പൈസ കൂടി അഡ്മിഷൻ ടൈമിൽ തന്നെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു റീഫണ്ടിനെ കുറിച്ചുള്ളത്. റീഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു സീറ്റ് വേണ്ട എന്ന് തോന്നുകയും ചെയ്യുന്ന സമയത്ത് റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റീഫണ്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെയാണ് റീഫണ്ട് റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരിക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനായിട്ട് ഏകദേശം കുറേ സമയം എടുക്കുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടാറുള്ളത്. റീഫണ്ട് കിട്ടാനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് നൽകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. അത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു റീഫണ്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു നിശ്ചിത ഡേറ്റ് ഉണ്ട്. എന്നാൽ ഈ റീഫണ്ട് കിട്ടാനായിട്ട് അതിലും കൂടുതൽ ഡേറ്റ് എടുക്കും, അതായത് അതിലും കൂടുതൽ സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. റീഫണ്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു റീഫണ്ട് കിട്ടിയിട്ട് മറ്റൊരു കോഴ്സ് പഠിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ റീഫണ്ട് കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.